അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ വീഡിയോകൾ ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളിപ്പോൾ ഒരു റീവർക്ക് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞിരുന്നു. ആ വർക്ക് തന്നെയാണ് ഞങ്ങൾ വീണ്ടും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പറയുന്നതെന്താ വെച്ചാൽ ഞങ്ങൾ തികഞ്ഞ പണിക്കാരല്ല, തെറ്റുകളൊക്കെ കുറ്റങ്ങളൊക്കെ ഞങ്ങളടുത്ത് ഒരുപാടുണ്ട്. പക്ഷേ ഇതുപോലെ വർക്ക് നമ്മൾ ആരും ചെയ്തു വയ്ക്കരുത്. നമ്മൾക്ക് എല്ലാവർക്കും പൈസ കിട്ടാത്ത സൈറ്റിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എനിക്കും ഇഷ്ടംപോലെ പറയാനുണ്ട്. കഴിഞ്ഞ 2025 ന്യൂ ഇയറിൽ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചതാണ്. ഒരുത്തൻ പണിക്ക് വേണ്ടിയിട്ട്, അത് നമ്മൾ സ്വന്തം വേണ്ടപ്പെട്ട ഒരു കുടുംബക്കാരൻ പണിക്ക് വേണ്ടിയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ കൂലി പൈസ കിട്ടാൻ വേണ്ടി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ, ചെമ്മാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ആ പോലീസ് സ്റ്റേഷൻ മുഖേന പൈസ വാങ്ങി പോരേണ്ടി വന്ന ഒരവസ്ഥ ഇവരും മറ്റേ ആളും ഒക്കെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അനുഭവിച്ച ആളുകളാണ്. അപ്പോൾ ഇതുപോലെ ചില സൈറ്റുകളിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ ആ പൈസ തരുന്ന മുതലാളിമാരെ കൂടി നമ്മളൊന്ന് മനസ്സറിഞ്ഞ് കാണണ്ടേ. കാരണം എനിക്കിവർ 5-8 കൊല്ലമായിട്ട് എനിക്ക് അറിയുന്നൊരു ടീമാണ്. അപ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ നമ്മൾ ₹1 വാങ്ങുമ്പോൾ അതിനേക്കാൾ 50 പൈസ കൂടുതൽ വെച്ചിട്ടെങ്കിലും നമുക്ക് അവർക്ക് പണി കാണിച്ചു കൊടുക്കണ്ടേ. എങ്കിലല്ലേ അവരെ പോലുള്ള ആളുകൾ നമ്മളെയൊക്കെ കൂടെ കൂട്ടു. പൈസ തരാത്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട്. എനിക്ക് നല്ല അനുഭവങ്ങളുണ്ട്, എല്ലാം ഞാൻ തുറന്ന് പറയാം അടുത്ത വീഡിയോയിൽ. പക്ഷേ ഇതുപോലൊക്കെ നമ്മൾ ഒരാളെ പറ്റിച്ച് പൈസ വാങ്ങി പോകുമ്പോൾ അതിന് നമ്മൾക്കൊരു മര്യാദയൊക്കെ വേണ്ടേ. പണി വീണ്ടും ഞാൻ കാണിക്കാം. പാനലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. 2 ഷീറ്റൊക്കെ കയറ്റിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ ഞാനിപ്പോൾ കാണിക്കാം. അതാണ് കാണിക്കാൻ പോകുന്നത്. ഒക്കെ ഡബിൾ ഷീറ്റ് വെച്ച് കയറ്റി വിട്ടിട്ടുണ്ട്. എല്ലാം ഡബിൾ ഷീറ്റ്. ആ സ്ക്രൂ കൂടി അയച്ചു വിട്ടാ. ഒരു ഫില്ലർ കവർ ചെയ്താണ്. അതിനടിയിലേക്ക് നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് തന്നെ കാണാം ഒരു പ്ലൈവുഡ്. ഈ പ്ലൈവുഡ് ഇതിനടിയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനടിയിൽ മൾട്ടിവുഡ് ഉണ്ടോ, എത്ര പീസൊക്കെയാണ് അവർ വെച്ച് കയറ്റി വിട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇത് അഴിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ ഭാഗങ്ങളിലും ഡബിൾ ഷീറ്റ് കയറ്റി വിട്ടതാണ്. ഈ ഡബിൾ ഷീറ്റ് കയറ്റുമ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് കരാറെടുക്കുന്നവന് ഇതുപോലെ 2-3 ഷീറ്റുകളൊക്കെ കയറ്റി വിടും. അതെന്തിനെന്ന് ചോദിച്ചാൽ അവൻ കുറഞ്ഞ പൈസയ്ക്ക് കരാറെടുത്തുള്ളത്. അവന് സ്ക്വയർ ഫീറ്റുമ്പോൾ റേറ്റ് കൂടിയാലേ പൈസ കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ 2-3 ഷീറ്റൊക്കെ കയറ്റി വിടും. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പണിക്കാർ തന്നെയാണ് നമ്മളെ പണിയെ നാശിപ്പിക്കുന്നത്. നമ്മളെ പണിയെ ഇല്ലാതാക്കുന്നതും നമ്മുടെ പണിയുടെ വില കളയുന്നതും നമ്മുടെ പണിക്കാർ തന്നെയാണ്. നമ്മൾക്ക് ഈ പണി അവർ നല്ല പൈസയാണ് തരുന്നത്. നല്ല പൈസ തരുന്നവന് നല്ല പണി എടുത്തു കൊടുത്തുകൂടെ. നമ്മൾക്കൊക്കെ പൈസ തരാത്തവരെ നമുക്ക് പറ്റിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഇതുപോലെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പുതിയതായിട്ട് അതിന് ബാക്കി ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയാം, ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഈ പണിയെടുപ്പിക്കുന്ന ആളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവരോടൊന്നും ഒരു പൈസ പോലും പെൻഡിങ് ഇല്ലാത്തതാണ്. ഇങ്ങനൊരു സൈറ്റിൽ വന്നിട്ട് നമ്മൾ കുറഞ്ഞ പൈസയ്ക്ക് കരാറെടുത്തിട്ട് ഇതുപോലെ 2-3 ഷീറ്റ് കയറ്റി വെക്കുന്നവർ ഒന്ന് ആലോചിക്കണം നിങ്ങൾ. നമ്മുടെ പണി നമ്മൾ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. നമ്മുടെ നിലനിൽപ്പ് നമ്മൾ തന്നെയാണ് ഇവിടെ നശിപ്പിക്കുന്നതും. വെറുതെ അല്ലല്ലോ നമ്മുടെ ഒന്നും ബംഗാളികളും മറ്റുള്ളവരും കയറി കൂടിയിട്ട് ഇതുപോലുള്ള സൈറ്റിൽ ഒരുപാട് കയറി കൂടിയിട്ട് നമ്മളെ പണിയെ നശിപ്പിക്കുന്നത്. ഇതൊക്കെ മലയാളീസ് എടുത്തു പോയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മലയാളീസ് എടുത്ത് പോയ പണികളാണ്. നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് നമുക്ക് പണി ഇല്ലാതെയാക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളൊക്കെ നമ്മൾ ഇങ്ങനെ കുറഞ്ഞ പൈസയ്ക്ക് പണിയെടുക്കണമെന്നല്ല, നമുക്ക് വേറൊരാളൊപ്പം പോയിട്ട് അയാളുടെ പണിക്ക് നിൽക്കുന്നതല്ലേ. ഇതിനേക്കാളും നല്ലത് നമുക്ക് അങ്ങനെ ചെയ്യുന്നതല്ലേ. ഇനിയെങ്കിലും ഇതുപോലൊക്കെയുള്ള പണിയെടുക്കുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കുക. ഇതിനെ കൂടുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ തികഞ്ഞവനല്ല, എൻ്റെ എല്ലാ പണികളും കൃത്യതയല്ല. ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഇപ്പോൾ ഈ പണിയെടുപ്പിക്കുന്ന ആളുടെ അടുത്തും എനിക്ക് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും അത് മാക്സിമം തിരുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, കഴിയുന്നിടത്തോളം തിരുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ പണി നമ്മളായിട്ട് ഇല്ലാതാക്കാതിരിക്കുക എല്ലാവരും. ഓക്കെ.